നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരത്തെ എഴുന്നേറ്റോ? ആമേ, എന്നും അമ്മയല്ലേ ചായ ഇട്ട് തരുന്നത്. ഇന്നൊരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി. കുടിക്ക്. മരുമോളുടെ കൈകൊണ്ടിട്ട ചായ കുടിക്കാനും വേണം ഒരു ഭാഗ്യം. കുടിച്ചു നോക്കിയിട്ട് കുറ്റം പറയണം കേട്ടോ. കുറ്റം പറയാൻ ഒന്നുമില്ല, നന്നായിട്ടുണ്ട്. അതാണ് ദേവികയുടെ കൈപുണ്യം. കുറ്റം പറയാൻ ഒന്നുമില്ല, നന്നായിട്ടുണ്ട്. അതാണ് ദേവികയുടെ കൈപുണ്യം. ഇന്ന് അമ്മയല്ലേ ചായ ഇട്ടത്? നിനക്ക് ചായ കിട്ടിയ പോരെ? ഇതെടുത്തോ. ഇത് നിന്റെ മുത്തശ്ശിക്ക് കൊടുക്കും. മോളി ചായ അച്ഛന് കൊണ്ടുകൊടുക്ക്. മരുമോളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിക്കാൻ അച്ഛന് ആഗ്രഹം കാണുമല്ലോ. ശരി. ആഹാ, ഇന്ന് മോളാണോ ചായ ഉണ്ടാക്കി? ആഹാ, നന്നായിട്ടുണ്ടല്ലോ. മുത്തശ്ശി ചായ. ഇവിടെ നമ്മൾ അറിയാതെ എന്തൊക്കെയോ ചുറ്റിക്കളികൾ നടക്കുന്നുണ്ട്. എന്ത് ചുറ്റിക്കളി? അവരെ ആ ദേവിക പതിവില്ലാതെ അമ്മ അടുക്കളയിൽ കയറുന്നതിന് മുന്നേ ചാടിക്കേറി ചായ ഇട്ട് വലിയ ആള് കളിക്കുവാ. ഇന്നലത്തെ ആളെയല്ല, മുഖത്ത് ഭയങ്കര സന്തോഷം. നീ വിഷമിക്കാതിരിക്കും. കാര്യം എന്താണെന്നേ നമുക്ക് കണ്ടുപിടിക്കാം. പാർവതി, ദേവിക മോളെ ഇന്ന് ഭയങ്കര സന്തോഷത്തില്ല. അതെ, എന്തായാലും അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞല്ലോ. എനിക്കത് മതി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞോളാം, ഞാൻ പത്രം വായിക്കാൻ പിടിച്ചു വിളിച്ചോണ്ട് പോയല്ലോ. എല്ലാം കൂടി ഒന്നിച്ചല്ലല്ലോ വായിക്കുന്നത്. മൊത്തത്തിൽ കൊണ്ടങ്ങ് വായിക്ക്. സന്തോഷായല്ലോ. നീ ഇവിടെ മുഖത്ത് ചായം പൂശി തുടങ്ങിയതേ ഉള്ളോ? പതിവില്ലാതെ നിന്റെ ഭർത്താവ് ഇന്ന് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അയാള് കഴിക്കോ പോകുവോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അതിന് എനിക്കെന്ത് വേണം? അതല്ല, ഭയങ്കര സന്തോഷത്തിലാ ഇന്ന് ഡോക്ടർ നിരഞ്ജൻ. നിനക്കിട്ടുള്ള എന്തോ ഒരു പണിയാവും സാധ്യത. എനിക്കിട്ടുള്ള പണിയോ? എന്നാ അതൊന്നും അറിയണമല്ലോ. ആഹാ, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ കാമുകി രാവിലെ വിളിച്ചോ? അച്ഛൻ വരുമ്പോ മോൾക്ക് സ്വീറ്റ്സ് കൊണ്ടുവരാൻ കേട്ടോ. സ്വീറ്റ്സ് മാത്രം മതി, സ്വീറ്റ് ആയിട്ടുള്ളവരെ കൂടി കൊണ്ടുവരാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞ ഡീലിനെ കുറിച്ച് നിങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. നേരെ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും അതിലും വലിയൊരു ഡീൽ അങ്ങ് ഉറപ്പിച്ചു. പക്ഷേ അത് നീ ഇപ്പൊ അറിയണ്ട. കണ്ടറിയേണ്ടത് കണ്ടു തന്നെ അറിയണം. ഇങ്ങ് വന്നേ, ഇങ്ങ് വരാൻ. എന്താ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അറിയാതെ എന്തോ രഹസ്യങ്ങള് ഇവിടെ നടക്കുന്നുണ്ടെന്ന്. എന്ത് രഹസ്യ നീക്കം?
രഹസ്യങ്ങളൊന്നും അധിക നാൾ മൂടി വെക്കാൻ പറ്റില്ലല്ലോ. എല്ലാം ഞാൻ വെളിയിൽ കൊണ്ടുവരും. അന്ന് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ഡാഡി തന്നെ അയാളെ ഇവിടെ നടിച്ചേർക്കും. അതൊന്ന് കാണണം എനിക്ക്. അതൊക്കെ വേണ്ടത് തന്നെയാ, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇന്ന് എന്തോ ഒരു കാര്യം സംഭവിക്കും. അതാ ഇത്ര ഉത്സാഹാവന്. ഇനിയിപ്പോ ചിലപ്പോ ഡോക്ടർ നിരഞ്ജന്റെയും കാമുകിയുടെയും കല്യാണം വല്ലതും ആയിരിക്കൂ. അങ്ങനെ നീ ചിരിച്ചു തള്ളണ്ട. നിന്നെ നേരില് കാണിച്ചു തരാന്ന് പറഞ്ഞിരിക്കല്ലേ. പിന്നെ കൊച്ചിനോടാണെങ്കി സ്വീറ്റ്സ് കൊണ്ടുവരാന്നും പറഞ്ഞു. സുധേട്ടാ, ഇതൊരു പുതിയ തുടക്കം. ജീവിതത്തിലെ പുതിയ തുടക്കം എന്നൊന്നും ഞാൻ പറയില്ല. ഒരു യുദ്ധം, മുറിവേറ്റ് ചോര മുക്കാലും വാർന്നു പോയവൾക്ക് അണിവിരലിന്റെ ഒരു ചെറിയ മിടുപ്പ് മതി തിരിച്ചു വരാൻ. അതെന്റെ സുധേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം. തീർന്നു എന്ന് ശത്രുക്കള് കരുതിനിടത്തുന്നല്ലേ എപ്പോഴും നമ്മൾ തുടങ്ങേണ്ടത് സുധേട്ടാ. ഇടനെഞ്ചിൽ കൃഷ്ണൻ, വലത് കൈയിൽ അർജുനൻ, തന്ത്രവും ശക്തിയും സമാസമം. ദേവിക ഇനി അങ്ങനെ മാറുക. ഒപ്പം സുധേട്ടനുണ്ടായിരുന്നാൽ മാത്രം മതി എനിക്ക്. അതെ, ആ പാസ്ബുക്ക് ഒന്നും എടുക്കാതെയാണോ ബാങ്കിലേക്ക് പോകുന്നേ? അയ്യോ, ഞാനതങ്ങ് മറന്നു. ആ പിന്നെ ഞാൻ വരാൻ കുറച്ച് വൈകും. കൃഷി ഓഫീസിൽ കൂടെ ഒന്ന് കയറണം. ആ ദേവിക ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ പോയത്? ഒരു സർപ്രൈസ് ഉണ്ട്, വന്നിട്ട് പറയാന്നല്ലാതെ വേറൊന്നും എന്നോട് പറഞ്ഞില്ലമ്മേ. അത് വെറുതെയാ. അമ്മയും അച്ഛനും അറിയാതെ അവരൊന്നും ചെയ്യില്ല. അത് ശരിയാ. എന്തായാലും സ്വന്തം മോള് കാണിക്കുന്നത്ര കള്ളത്തരങ്ങളൊന്നും ദേവിക ചെയ്തിട്ടില്ല. ഓ പിന്നെ സത്യസന്ധ ആയതുകൊണ്ടാണല്ലോ ഉള്ള ജോലിയും കൂടെ പോയത്. ഇതേ അത്ര നല്ല ശീലമൊന്നുമല്ല. ആരോടും ചോദിക്കാൻ വേണ്ട, പറയാൻ വേണ്ട. തോന്നുമ്പം പോകാനും വരാനും ഇതേ സത്രമൊന്നും അല്ല. അമ്മ ഇത്ര ദേഷ്യപ്പെടാനും മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? ദേവിക ഒന്ന് പുറത്തുപോയി. അത് എവിടേക്കാണെന്നോ എന്തിനാണെന്നോ തിരിച്ചു വരുമ്പോ ചോദിക്കാം. ചോദ്യം പറച്ചിലും ഒക്കെ അയക്കൂ. പക്ഷേ അവളുടെ ഇമ്മാതിരി തന്നിഷ്ട ഈ വീട്ടിൽ നടക്കില്ല. കല്യാണം തീരുമാനിച്ച ഒരു പെങ്കൊച്ചുകൂടി ഇവിടെ ഉണ്ടെന്നുള്ളത് മറക്കണ്ട. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ് അത്ര നല്ലതല്ലല്ലോ മാഡം. എന്താ ഡോക്ടർ? മാഡം ഇത് എവിടെയാ? ഞാൻ ഇറങ്ങി. വിതിൻ 15 minutes ഞാനങ്ങ് എത്തും. മാഡം ഒന്ന് വേഗം വാ, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? ആ ദേവിക രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തിന്? അവൾക്ക് ഇവിടെ എന്തോ ജോലി കൊടുക്കാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നു. നോ, ഞാൻ അറിയാതെ ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിന്റ്മെന്റോ? അതും ദേവികയ്ക്ക്? നടക്കില്ല അത്. മാഡം ഒന്ന് വേഗം വാ.